ആദരണീയരായ വിശ്വാസിനികളെ, കരുണാമയനായ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഈ ചെറിയ വളരെ ദുർബലമായ ജീവിതം ചിട്ടപ്പെടുത്തണം, ക്രമപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. ദുനിയാവിലെ ഈ ചെറിയ ജീവിതത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. നമുക്കും നമ്മുടെ കുടുംബത്തിനും ഉപജീവനമെന്ന നിലക്ക് വളരെയേറെ സമയം നമ്മൾ അതിനായി ഉപയോഗപ്പെടുത്തുന്നവരാണ്. കുടുംബത്തിന് ജീവിക്കാൻ ഭക്ഷണം വേണം, വീട് വേണം, വസ്ത്രങ്ങൾ വേണം, അത്യാവശ്യങ്ങൾക്കുള്ള പലതും വേണം, പഠിക്കാനുള്ള സൗകര്യങ്ങൾ വേണം, അതിന് പണം വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ചെറിയ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. കാരണം അത് ഈ ജീവിതത്തെ സമാധാനപൂർണ്ണമാക്കാൻ അത്യാവശ്യമാണ്. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു യാത്രക്കാരനാവുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പഠിക്കാനും നമ്മുടെ അഹങ്കാരങ്ങളെ നിശേഷം കൈവെടിയാനുമുള്ള ഒരവസരമായിട്ടാണ് അതിനെ മനസ്സിലാക്കേണ്ടത് എന്ന് നാം സൂചിപ്പിക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞതും ഇതൊരു യാത്രയാണ്, ഈ യാത്രക്കിടയിൽ ഒരു വിശ്രമ സങ്കേതം മാത്രമാണ് ഇവിടം എന്നുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ യാത്രക്കിടയിലാണ് അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ യാത്രക്കിടയിലാണ് വലിയ സമയം ഭൗതികമായ ദുനിയാവിലെ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ യാത്ര തുടരുകയാണ്. നമ്മൾ ഓരോരുത്തരും പിരിഞ്ഞു പോകണം. യാത്രയ്ക്ക് ശേഷം 1-2 ഘട്ടങ്ങൾ വേറെയുമുണ്ട്. പരലോക ജീവിതമുണ്ട്, ആഖിറമുണ്ട്. ആഖിറത്തോടുകൂടി ആ യാത്ര അവസാനിക്കുകയും നമ്മൾ ലക്ഷ്യത്തിലെത്തിച്ചേരുകയും ചെയ്യാൻ. ലക്ഷ്യമെന്നുള്ളത് പരലോക വിജയമാണ്. പരലോകത്ത് വിജയം നേടാൻ വേണ്ടി അത്യധ്വാനം ചെയ്യേണ്ടത് ഇവിടെയാണ്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ് സൂറത്തുൽ ഹശ്റിൽ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. വിശ്വാസികളോടാണ് പറയുന്നത്. മനുഷ്യന്മാരെ മൊത്തം പിടിച്ചിട്ടല്ല, വിശ്വാസികളായ ആളുകളോട്, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്ന സത്യവിശ്വാസികളോടാണ് ഖുർആൻ പറയുന്നത്. നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണേ. അള്ളാഹനെ സൂക്ഷിക്കുന്നവരാണ് വിശ്വാസികൾ. ആ സൂക്ഷ്മതയിൽ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന വിഷയത്തിൽ കുറച്ചുകൂടി ജാഗ്രത കാണിക്കണമേ എന്നാണ് ഖുർആൻ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. തുടർന്ന് ഖുർആൻ പറയുകയാണ്, വൽ തൻദുർ നഫ്സു മാ ഖദ്ദമത് ലിഗദ്. ഓരോ വ്യക്തിയും താൻ നാളേക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് നോക്കട്ടെ. നാളെ എന്ന് പറയുന്നത് മരണശേഷമുള്ള ജീവിതമാണ്. ആ ജീവിതത്തിന് വേണ്ടി മുന്നൊരുക്കം നടത്തേണ്ടത് ഇവിടെയാണ്, ഈ ഭൂമിയിലാണ്. അലി റളിയല്ലാഹു അൻഹു ഒരു സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, ദുനിയാവാണ് പ്രവർത്തന കേന്ദ്രം. മനുഷ്യൻ പ്രവർത്തിക്കേണ്ടുന്ന കേന്ദ്രം ദുനിയാവാണ്, കർമ്മഭൂമി ദുനിയാവാണ്. ഇവിടെ നമ്മൾ പ്രതിഫലം കാക്ഷിക്കുകയല്ല വേണ്ടത്, ഇവിടെ കർമ്മങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. എന്നാൽ ആ കർമ്മങ്ങൾ, അതിനുള്ള പ്രതിഫലം ലഭിക്കുന്നത് നാളെയാണ്. നാളെ എന്ന് പറയുമ്പോൾ അവിടെ കർമ്മങ്ങൾക്ക് പ്രസക്തിയില്ല. ഒരു നമസ്കാരം വിട്ടുപോയി, അല്ലെങ്കിൽ ജീവിതത്തിൽ നമസ്കരിക്കാൻ കഴിയാതെ പോയി, അവിടെ നിന്നൊന്ന് നമസ്കരിച്ച് ഒപ്പിച്ച് കളയാമെന്ന് വിചാരിക്കേണ്ട ആരും. അവിടെ നിന്നൊന്ന് സക്കാത്ത് കൊടുത്ത് രക്ഷപ്പെട്ട് കളയാമെന്ന് ആരും വിചാരിക്കേണ്ട. അതൊക്കെ നിർവഹിക്കേണ്ടത് ഈ ഭൂമിയിലാണ്. അവിടെ കർമ്മങ്ങൾക്ക് പ്രസക്തിയില്ല, അവിടെ വിധി പറയുന്ന ദിവസമാണ്. പ്രതിഫലം പ്രതീക്ഷിക്കേണ്ടുന്ന വേദിയല്ല ദുനിയാവ്, പ്രതിഫലം പ്രതീക്ഷിക്കേണ്ടുന്ന വേദി പരലോകമാണ്. അവിടെ കർമ്മങ്ങൾക്ക് അവസരമില്ല. അതുകൊണ്ട് ദുനിയാവിൽ പരമാവധി കർമ്മങ്ങൾ വളർത്തിക്കൊണ്ട് വേണം, ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങൾ ഈ ആഖിറത്തിലേക്ക് വേണ്ടി തയ്യാറാകാനെന്ന് അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഫഇന്നൽ യൗമ അമലുൻ വഹിസാബ്. തീർച്ചയായും കർമ്മങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളത്. വഗദൻ ഹിസാബും വലാ അമലുൻ. വിചാരണ ഇവിടെ ഇല്ല കേട്ടോ, ചോദ്യം ചെയ്യൽ ഇവിടെ ഇല്ല കേട്ടോ. അതിന്റെ കർമ്മങ്ങളുടെ പ്രതിഫലം മുഴുക്കെ ലഭിക്കുന്ന ഒരു വേദിയല്ല കേട്ടോ ദുനിയാവ്. അങ്ങനെ ആരും വ്യാമോഹിക്കേണ്ട. ഞാനിന്നാലിന്ന കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്കിവിടെ സൗകര്യമൊന്നും ലഭിച്ചില്ലല്ലോ, ഞാനിന്നും പ്രയാസത്തിലാണല്ലോ, ഞാനിന്നും കഷ്ടപ്പാടിലാണല്ലോ എന്നോർത്ത് വിലപിക്കേണ്ടതില്ല. ഇവിടെ കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്ന ഭൂമിയല്ല ഇത്. ഇവിടെ വിചാരണയില്ല, ഇവിടെ ചോദ്യം ചെയ്യലില്ല. ഇവിടെ നമുക്ക് നമ്മുടെ ആയുസ് കർമ്മങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് വിചാരണ. അവിടെയാണ്, അവിടെ കർമ്മങ്ങളുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന്
അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ കർമ്മഭൂമി എന്ന് പറയുന്ന ഈ ലൗകിക ജീവിതം, ഇവിടെ നമ്മൾ അമലു സ്വാലിഹാത്തുകൾ കൊണ്ട് സമ്പന്നമാകാൻ കഴിയണം. എങ്കിൽ മാത്രമേ ഇവിടെ ചോദിച്ചതുപോലെ നാളേക്ക് വേണ്ടി എന്ത് മുന്നൊരുക്കമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും പരിശോധിക്കണേ. നമ്മുടെ പരിശോധനയിൽ, നമ്മുടെ ആത്മീയമായ ചിന്തയിൽ, നമ്മുടെ തയ്യാറെടുപ്പിൽ നാളേക്ക് വേണ്ടി ഞാനിതാ ഇതൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നു. നാളെ പടച്ചവന്റെ മുമ്പിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് എനിക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം നമ്മൾ ഈ ദുനിയാവിൽ നേടിയെടുക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖഹ്ഫിൽ പറയുന്നു, വൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. സ്വത്ത്, സന്താനങ്ങൾ, വിഭവങ്ങൾ, ഇവിടുത്തെ സ്ഥാനമാനങ്ങൾ, ഇവിടുത്തെ പ്രൗഢി, ഇവിടുത്തെ ആളുകൾക്കിടയിലുള്ള ആ സ്ഥാനമാനങ്ങളൊക്കെ തന്നെ അത് ഈ ദുനിയാവിലെ മാത്രം വിഭവങ്ങളാണ് കേട്ടോ. അതും കൊണ്ടങ്ങ് പരലോകത്ത് പോകണ്ട. ഞാനിവിടുത്തെ ഉന്നതമായ കുടുംബത്തിൽ ജനിച്ച ആളായിരുന്നു, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലമുറയിൽപ്പെട്ട ആളായിരുന്നു എന്നൊന്നും പറഞ്ഞുകൊണ്ട് പരലോകത്ത് പോയാൽ രക്ഷപ്പെടാൻ കഴിയില്ല. ഇവിടുത്തെ കുലമഹിമയോ, ഇവിടുത്തെ സമ്പത്തോ, ഇവിടുത്തെ സന്താനങ്ങളുടെ വളർച്ചയിൽ ആത്മാഭിമാനം കൊള്ളുന്ന അവസ്ഥയോ ഒന്നും നാളെ പരലോകത്ത് നമ്മളെ രക്ഷപ്പെടുത്തുകയില്ല. വൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയ, അത് ഇവിടുത്തെ അലങ്കാരം മാത്രമാണ് കേട്ടോ. വൽ ബാഖിയാത്തുസ് സാലിഹാത്ത്, എന്നാൽ ഉത്തമമായ, അതായത് സൽക്കർമ്മങ്ങൾ, ബാക്കിയാവുന്ന സൽക്കർമ്മങ്ങൾ, അതാണ് അവിടെ നമ്മെ രക്ഷപ്പെടുത്തുക. വൽ ബാഖിയാത്തുസ് സാലിഹാത്ത് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. സ്വത്തുക്കളും സന്താനങ്ങളും ഒന്നും ഇതൊക്കെ ഇവിടുത്തെ അലങ്കാരം മാത്രമാണ്. നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ്, ബാക്കിയാവുന്ന സൽക്കർമ്മങ്ങളാണ് നിന്റെ രക്ഷിതാവിങ്കൽ ഉത്തമമായ പ്രതിഫലമുള്ളതും പ്രതീക്ഷ നൽകുന്നതും. ബാക്കിയാകുന്ന സൽക്കർമ്മങ്ങൾ ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടുന്ന സൽക്കർമ്മങ്ങളല്ല. അങ്ങനെ കുറെ സൽക്കർമ്മങ്ങളുണ്ട്. നമ്മൾ തുല്യതയില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും നമുക്ക് നിയ്യത്തില്ല എങ്കിൽ, അള്ളാഹുവിന്റെ പ്രീതി നമ്മൾ കാക്ഷിക്കുന്നില്ല എങ്കിൽ, അതേക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ അമലുകൾക്ക് ഇവിടെ ചിലപ്പോൾ എന്തെങ്കിലും പേര് കിട്ടും, പ്രശംസ കിട്ടും, പണം കിട്ടും, സ്ഥാനമാനങ്ങൾ കിട്ടും. പക്ഷേ അള്ളാഹുവിന്റെ മുന്നിൽ അതിനൊരു വിലയും ഉണ്ടാവുകയില്ല. അള്ളാഹു പരിഗണിക്കുകയില്ല. അള്ളാഹുവിന്റെ തൃപ്തിലാക്കാക്കിക്കൊണ്ട് വേണം നമ്മൾ സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാവാൻ. നമ്മോട് കൽപ്പിച്ച നിർബന്ധമായ അനുഷ്ഠാന കർമ്മങ്ങളുണ്ട്. നമ്മൾ ഐച്ഛികമായി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. മനുഷ്യൻ എന്ന നിലക്ക്, സമൂഹ ജീവി എന്ന നിലക്ക് നമ്മൾ പരസ്പരം നിർവഹിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെയും പടച്ചവന്റെ തൃപ്തിലാക്കാക്കിക്കൊണ്ട് വേണം നിർവഹിക്കാൻ. അങ്ങനെ നിർവഹിക്കുമ്പോൾ അതിൽ കുറച്ചുകൂടി നമ്മൾ ജാഗ്രത കാണിക്കും, അതിൽ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധ കാണിക്കും. അതിൽ ന്യൂനത ഉണ്ടാവരുത്, അതിൽ വീഴ്ച ഉണ്ടാവരുത്. നമ്മളൊരു സൽക്കർമ്മം ചെയ്യുമ്പോൾ, ഒരാളെ ഉപകാരം ചെയ്യുമ്പോൾ ചിലപ്പോ നമുക്ക് വാഹനത്തിന്റെ കാശ് വാങ്ങേണ്ടി വരുന്ന അവസ്ഥ ദുനിയാവിലുണ്ടായേക്കാം. ചിലപ്പോ ഒരു കൈമടക്ക് വാങ്ങേണ്ടി വരുന്ന അവസ്ഥ ദുനിയാവിലുണ്ടായേക്കാം. അത്തരം സൽക്കർമ്മങ്ങളുമായി നിങ്ങൾ ദുനിയാവിൽ പോയിക്കൊള്ളൂ. പടച്ചവന്റെ അടുത്തേക്ക് പോകുന്ന സൽക്കർമ്മമാണെങ്കിൽ ആ വാങ്ങുന്നത് പോലും അനുവദിക്കപ്പെട്ട രീതിയിലായിരിക്കണം എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മളൊരു കൈക്കൂലിയുടെ പേരിൽ എന്തെങ്കിലും മേടിച്ച് കീശയിൽ ഇടുകയാണെങ്കിൽ ദുനിയാവിലെ സൽക്കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹിന്റെ മുമ്പിൽ പോയിട്ട് ഒരു കാര്യവുമില്ല. അതാണ് ഇവിടെ പറയുന്നത്. സാലിഹായ അമലുകൾ, ബാക്കിയാവുന്ന അമലുകൾ കൊണ്ട് മാത്രമേ അള്ളാഹു നമ്മെ സ്വീകരിക്കുകയുള്ളൂ, നമ്മെ പരിഗണിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. ബുദ്ധിമാനായ മനുഷ്യൻ ആര് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് വിശദീകരിച്ചത്. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. തന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്ന, മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അവനാണ് ബുദ്ധിമാൻ. മനസ്സിനെ നിയന്ത്രിക്കണം. ദുനിയാവിൽ നമുക്ക് വാരിപ്പിടിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പലപ്പോഴും അത് വാരിപ്പിടിക്കാനുള്ള സൗകര്യവും നമ്മെ തേടി വരും. അത് വാരിപ്പിടിക്കുമ്പോ, അതിനെ പുണരുമ്പോ അത് ഹലാലാണോ ഹറാമാണോ എന്ന ഒരു ചിന്ത നമ്മിൽ ഉണ്ടാവേണ്ടതുണ്ട്.
ഹലാലാണെങ്കിൽ ഓക്കെ ഉപയോഗപ്പെടുത്താം, ഹറാമാണെങ്കിൽ ആ പരിസരത്ത് പോലും പോകരുത് എന്നാണ് നമ്മോടുള്ള ആജ്ഞ, നമ്മോടുള്ള കൽപ്പന. അതുകൊണ്ട് ബുദ്ധിമാനായ മനുഷ്യൻ ദുനിയാവിലെ താൽക്കാലിക ജീവിതത്തിന് വേണ്ടി വിഭവങ്ങൾ വാരിക്കൂട്ടി പരലോകം നഷ്ടപ്പെടുത്തുന്നവനല്ല. ചെറിയൊരു ജീവിതത്തിന് വേണ്ടി വലിയൊരു ജീവിതം പാഴാക്കുന്നവനല്ല ബുദ്ധിമാൻ. ദുനിയാവിലെ പ്രയാസങ്ങളെ പോലും സഹിച്ചുകൊണ്ട് ആഖിറത്തിന് വേണ്ടി, ശാശ്വതമായ ലോകത്തിന് വേണ്ടി ഒരുക്കങ്ങൾ നടത്തുന്നവനാണ്. അൽ കൈസു മന്ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. തന്റെ മനസ്സിനെ നിയന്ത്രിക്കുകയും മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ. വൽ ആജിസു, കഴിവ് കെട്ടവൻ, വിവരം കെട്ടവൻ ആരാണ്? മൻ അത്ബഅ നഫ്സഹു ഹവാഹാ. തന്നിഷ്ടത്തിന്, തന്റെ മനസ്സ് തോന്നിപ്പിക്കുന്ന എല്ലാ ഇഷ്ടത്തിന്റെയും പിന്നാലെ ഓടുന്നവൻ, പിശാച് സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ പിന്നാലെ ഓടിപ്പോകുന്നവൻ. അള്ളാഹുവിൽ വെറുതെ പ്രതീക്ഷ പുലർത്തിക്കൊണ്ട് തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നവൻ അവൻ കഴിവുകെട്ടവനാണ്, അവൻ പരാജിതനാണ്, അവൻ ബുദ്ധിയില്ലാത്തവനാണ് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തി. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ആലോചിക്കുന്നവരാണ്, നാളേക്ക് വേണ്ടി എന്ത് എന്ന് ചിന്തിക്കുന്നവരാണ്. നമ്മളൊരു വീടെടുക്കുമ്പോൾ ആ വീട് ഒരു 2 വർഷം കഴിഞ്ഞ് ചോർന്നൊലിക്കരുത് എന്ന്, ഒരു 3 വർഷം കഴിഞ്ഞ്, ഒരു 10 വർഷം കഴിഞ്ഞാൽ പോലും ചോർന്നൊലിക്കരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മളതിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. കുറച്ചുകൂടി സാമ്പത്തികമായ ചെലവ് ഉണ്ടായാൽ പോലും നമ്മൾ അത്ര ശ്രദ്ധയോടെയാണ് വീടുണ്ടാക്കുന്നത്. നാം നാളെ മരിച്ചു പോയാലും നമ്മുടെ മക്കൾക്ക് അന്തി ഉറങ്ങേണ്ട വീടാണിത് എന്ന ബോധ്യം നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, 10 വർഷം 20 വർഷം 30 വർഷമൊക്കെ നമ്മളിവിടെ ജീവിക്കുമ്പോൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എന്നാൽ നാം മനസ്സിലാക്കണം, നമ്മുടെ ആയുസ് എപ്പോഴാണ് അവസാനിക്കുക എന്നറിയുന്നില്ല, എപ്പോഴാണ് ചുരുങ്ങിപ്പോവുക, തീർത്തിപ്പോകേണ്ടി വരിക എന്ന് നാം അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കണം. ദുനിയാവിൽ ചിലപ്പോൾ ഒരുപാട് കാലം ജീവിക്കേണ്ടി വരും. 60 വർഷം 70 വർഷം 80 വർഷം 90 100 വർഷമൊക്കെ ജീവിക്കേണ്ടി വരും. അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ജീവിക്കാൻ കഴിയണം. ഹലാലായ രീതിയിൽ നിങ്ങൾ എത്ര വേണമെങ്കിലും സമ്പാദിച്ചോ, അതിന് സക്കാത്ത് കൊടുത്തോ, അതിൽ നിന്ന് സദഖ കൊടുത്തോ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകൂ, പടച്ചവൻ കൽപ്പിച്ച സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യൂ. നിങ്ങൾക്ക് അനുമതിയുണ്ട് ഇവിടെ. നിങ്ങൾക്ക് ജീവിക്കേണ്ടുന്ന കാലത്തോളം നിങ്ങൾക്ക് ജീവിക്കാം. എന്നാൽ അവൻ ആലോചിക്കും, അവൻ ചിന്തിക്കണം, ആലോചിക്കണം, നാളെ എന്റെ ആഖിറ ജീവിതം എന്നുള്ളത് ഇവിടുത്തെ 60 70 80 100 വർഷമല്ല, അറ്റമില്ലാത്ത കാലമാണ്. അവിടേക്ക് എനിക്ക് എന്തായിരിക്കും നേട്ടത്തിന് ഞാൻ ഒരുക്കേണ്ടത് എന്നായിരിക്കും ബുദ്ധിയുള്ള ചിന്തയുള്ള മനുഷ്യൻ ഒന്നാമതായി ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ടായിരിക്കും ദുനിയാവിനെ കുറിച്ച് അവൻ ആലോചിക്കുക എന്നുകൂടി നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചു. സ്വർഗത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും ഇണക്കും ജീവിക്കാൻ അള്ളാഹു അവസരം നൽകി. പിശാച് സ്വർഗത്തിൽ ആദമിന്റെ സന്തത സഹചാരിയെ പോലെ നിന്നുകൊണ്ട് ആദമിനെ സ്വാധീനിച്ചു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹുവിന്റെ കൽപ്പന, നിങ്ങൾ യഥേഷ്ടം ഈ സ്വർഗീയ ആരാമത്തിൽ ഉല്ലസിച്ച് ജീവിക്കൂ, ഇവിടുത്തെ വിഭവങ്ങളൊക്കെ കഴിക്കൂ. എന്നാൽ ഒരു മരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, അതിനടുത്തേക്ക് നിങ്ങൾ പോകരുത്, അതിനെ നിങ്ങൾ സമീപിക്കരുത്. ഇബ്ലീസ് എന്ത് ചെയ്തു? എന്തിനാണ് പടച്ചോൻ അങ്ങനെ പറഞ്ഞെന്നറിയോ? ആ മരത്തിലെ ഫലം കഴിച്ചാൽ ശാശ്വതമായി സ്വർഗത്തിൽ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയും. ശാശ്വതമായി മുറിയാതെ നിരന്തരം ഈ സ്വർഗീയ ആരാമത്തിൽ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് ആ ഫലം കഴിച്ചോ. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് പടച്ചവൻ അതിനെ വിലക്കിയത് എന്ന് പറഞ്ഞ് പിശാച് തെറ്റിദ്ധരിപ്പിച്ചപ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ തെറ്റിദ്ധാരണയിൽ പെട്ടുപോയി. ആ ഫലം പറിക്കാൻ ശ്രമിച്ചു. അതിന്റെ ഫലം എന്താണ്? അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചു എന്നതിന്റെ പേരിൽ فوسوس إليه الشيطان قال يا آدم هل أدلك على شجرة الخلد وملك لا يبلى. പിശാച് അദ്ദേഹത്തിന് ദുർമോദനം നൽകുകയാണ്. ഓ ആദമേ, നിത്യജീവിതം, ശാശ്വതമായ ജീവിതം
അമരത്വം നൽകുന്ന ഈ വൃക്ഷത്തെക്കുറിച്ചും ഒട്ടും നശിച്ചു പോകാത്ത ആധിപത്യത്തെക്കുറിച്ചുമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആ ഫലം തിന്നോ, പഴം തിന്നോ, അത് പറിച്ചു തിന്നോ എന്ന് പിശാച് ദുർബോധനം നൽകി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ വീണുപോയി. അള്ളാഹു അവർക്ക് സ്വർഗത്തിൽ ഇനിയും ജീവിച്ചുകൊണ്ടേയിരിക്കണം. പെട്ടെന്ന് ജീവിതം അവസാനിപ്പിച്ചു പോകാൻ താല്പര്യമില്ല. ശാശ്വതമായി ഇവിടെ ജീവിക്കണമെന്ന കൊതി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെയും പിടികൂടിയിരുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറയുകയാണ്, ഫഅസല്ലഹുമ ശൈത്താനു അൻഹാ ഫഅഖ്റജഹുമാ മിമ്മാ കാനാ ഫീഹി വഖുൽനാ ബിതു ബഅദുകും ലിബഅദിൻ അദു വലക്കും ഫിൽ അർളി മുസ്തഖറും വമതാഉൻ ഇലാഹീൻ. പിശാച് അവരെ അതിൽ നിന്ന് വ്യതിചലിപ്പിച്ചു. അവർ ഇരുവരും അനുഭവിച്ച സൗഭാഗ്യത്തിൽ നിന്ന് അവർക്ക് ആ അറ്റം അവസാനം കാണേണ്ടി വന്നു. ആ സൗഭാഗ്യം അവർക്ക് അവസാനിക്കുകയും അവരെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. പിശാചിന്റെ ഒരു സ്വാധീനത്തിൽപ്പെട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത തെറ്റെന്താ? അള്ളാഹു സ്വർഗത്തിൽ ജീവിപ്പിച്ച ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സ്വർഗീയ ജീവിതം തന്നെ മനുഷ്യകുലത്തിന് കൊടുത്തേക്കാമായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ചൊരു ധാരണ പോലും വെച്ച് പുലർത്താതെ ഇബ്ലീസിന്റെ സ്വാധീനത്തിൽ മന്ത്രത്തിൽ വഴങ്ങിക്കൊണ്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തെറ്റ് ചെയ്തു. തെറ്റ് ചെയ്യാനുള്ള കാരണം ഒരുപാട് കാലം ഇനിയും ജീവിക്കണം എന്ന വ്യാമോഹമായിരുന്നു, ആഗ്രഹമായിരുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറയുന്നു, ബല തജിദന്നഹും അഹ്റസുന്നാസി അലാ ഹയാത്തിൻ മിനല്ലദീന അശ്റകൂ യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സന. തീർച്ചയായും ജനങ്ങളിൽ വെച്ച് ജീവിതത്തോട് ഏറ്റവും ആർത്തിയുള്ളവരായി യഹൂദരെ ഉദ്ദേശിച്ചുകൊണ്ട് ഖുർആൻ പറയാണ്, ജൂതന്മാരെ ഉദ്ദേശിച്ചുകൊണ്ട് ഖുർആൻ പറയാണ്, ജീവിതത്തിൽ ഏറ്റവും കഠിനമായ രീതിയിൽ ജീവിതത്തോട് ആർത്തി ഒരുപാട് ഇനിയും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാകുന്നു അവർ. നിനക്കവരെ അങ്ങനെ കാണാം. അവരിൽ ഓരോരുത്തരും കൊതിക്കുന്നത് തനിക്കൊരു1000 കൊല്ലത്തെ ആയുഷെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് എന്ന് ഖുർആൻ പറയാണ്. അപ്പൊ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലാണെങ്കിലും ഇനി സ്വർഗത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ശാശ്വതമായി ജീവിച്ചുകൊണ്ടേയിരിക്കണം. മരണമെന്നൊരു അവസ്ഥ അവസാനം ഉണ്ടാവരുത് എന്നാണ്. അതിനുവേണ്ടിയാണ് ആളുകൾ കഠിനാധ്വാനം ചെയ്തത്. അതാണ് ആളുകളുടെ ആഗ്രഹം, അതാണ് ആളുകളുടെ പ്രതീക്ഷ. പ്രിയപ്പെട്ടവരെ, ആ പ്രതീക്ഷക്കുള്ള മറുപടി, ആ പ്രതീക്ഷക്കുള്ള ഉത്തരം അത് ഖുർആൻ മാത്രം നൽകുകയാണ്. മറ്റൊരു സ്ഥലത്തും ലഭിക്കാത്ത ഉത്തരമാണ് ഖുർആൻ നൽകുന്നത്. നിങ്ങൾക്ക് ശാശ്വതമായൊരു ജീവിതമുണ്ട്, അവസാനമില്ലാത്ത അനന്തമായൊരു ജീവിതമുണ്ട്. അത് പരലോകത്താണ്, ഇവിടെയല്ല. ഇവിടെ നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തോളൂ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ 950 വർഷക്കാലമാണ് ജീവിച്ച് തൗഹീദിന് വേണ്ടി പോരാടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ഈ ദൗത്യ നിർവഹണം പൂർത്തിയാക്കിയത്. നോക്കൂ, 950 വർഷക്കാലം ദൗത്യ നിർവഹണം പൂർത്തിയാക്കിയ, ത്യാഗങ്ങൾ അനുഷ്ഠിച്ച നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിന്റെ അവകാശിയാകും. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ 63 വയസ്സുവരെ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. എത്ര അന്തരമുണ്ട് നൂഹ് നബിയുടെ ആയുസ്സും അന്ത്യപ്രവാചകന്റെ ആയുസ്സും തമ്മിൽ. നമ്മുടെ ആയുസ്സിനെ കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിരിക്കുന്നത് 60 ഔ 70, 60നും 70നും ഇടയിലാണ്. 60നും 60 ഇലാ 70, 60നും 70നും ഇടയിലാണ് ഈ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ 60 വർഷക്കാലം, 50 വർഷക്കാലം, 40 വർഷക്കാലമൊക്കെ നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്ന ജീവിതം കൊണ്ട് 950 വർഷക്കാലം അക്കാലഘട്ടത്തിൽ കേവലം ഒരു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആയുസ് മാത്രമല്ല, അത് അക്കാലത്ത് ആയുസ് വർദ്ധിച്ചവർ, ഒരുപാട് ദീർഘമായ ആയുസ് ലഭിച്ചവരായിരുന്നു അവരിൽ പലരും. മാത്രമല്ല, അത്യധ്വാനം ചെയ്യാൻ കഴിവുള്ള, പാറകൾ പോലും കൈകൊണ്ട് തുറന്ന് അവിടെ ഗുഹകളുണ്ടാക്കാനും അവിടെ വീടുണ്ടാക്കാനും കഴിവുള്ള ശക്തരൊക്കെ ആയിരുന്നു അവർ. അങ്ങനെ കഴിവുള്ള അവർ നിർവഹിച്ച അമലുകൾക്ക് തുല്യമായ രീതിയിൽ പ്രതിഫലം അള്ളാഹു നമ്മുടെ ചെറിയ കാലഘട്ടത്തിലെ ജീവിതത്തിനും ഒരുക്കി വച്ചിട്ടുണ്ട്.
ഈ കൊച്ചു ജീവിതത്തിലും അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയ അതേ സ്വർഗത്തിൽ നമുക്കും പോകാം. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് 900 വർഷത്തോളം ത്യാഗങ്ങൾ അനുഷ്ഠിക്കേണ്ടതില്ല. 900 വർഷക്കാലം, 1000 വർഷക്കാലം നമുക്കും നമ്മുടെ തലമുറകൾക്കും ജീവിക്കാൻ വേണ്ടിയുള്ള സമ്പത്ത് ഒരുക്കി വെക്കേണ്ട ആവശ്യമില്ല. അത്യധ്വാനം ചെയ്യേണ്ട ആവശ്യമില്ല. അത്രമാത്രം അമലുകൾ ചെയ്യാൻ നമുക്ക് അവസരം തന്നിട്ടില്ല. അള്ളാഹു അനുഗ്രഹമാണത്. നമ്മുടെ ആയുസ് ചെറുതായി എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. ഇല്ലായിരുന്നുവെങ്കിൽ ത്യാഗങ്ങൾക്ക് പുറകെ ത്യാഗങ്ങളുമായിട്ട് പട്ടിണിക്ക് പുറമെ പട്ടിണിയും ഒക്കെ ആയിട്ട് ജീവിക്കേണ്ടി വരുന്ന വലിയ സുദീർഘമായ ഒരു ആയുസ് ഉണ്ടായിപ്പോയേനെ. അതില്ല എന്നുള്ളത് പടച്ചവൻ നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. ഈ ഒരു ആയുസ്സിനിടയിൽ നിങ്ങൾക്കാകാവുന്ന രീതിയിൽ സത്യസന്ധമായി അള്ളാഹുവിൽ ഉറച്ച വിശ്വാസത്തോടെ അമലുകൾ നിർവഹിച്ചോളൂ. പടച്ചവൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നൽകുന്ന അതേ സ്വർഗം തന്നെ നമുക്കും നൽകും എന്ന് തന്നെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദൂതനെയും അനുസരിക്കുന്നവർക്ക് അള്ളാഹു അനുഗ്രഹിച്ച പ്രവാചകന്മാർ അവരോടൊപ്പം സ്വർഗമുണ്ട്. പിന്നെ കുറെ സ്വാലിഹ്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ സ്വർഗം തന്നെയാണ് അള്ളാഹു നമുക്കും ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വഅംവാലിക്കും, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വഅംവാലിക്കും. സഹീഹ് മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസാണ്. തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്കോ സമ്പത്തിലേക്കോ അല്ല നോക്കുന്നത്. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും, അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കും മനസ്സിലേക്കും നിങ്ങളുടെ പ്രവർത്തനത്തിലേക്കുമാണ്. ഇപ്പൊ നമ്മൾ എന്തോ ആവട്ടെ, നമ്മൾ ഏത് ഭൂമിയിൽ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, പക്ഷേ ജീവിക്കുന്നത് ആ ആയുസ് നൽകിയത് നല്ല രീതിയിലും നല്ല സ്വഭാവ വിശുദ്ധിയോടെയും അമലുസ്വാലിഹാത്തുകൾ നിർവഹിച്ചുകൊണ്ടുമാകുമ്പോൾ പടച്ചവൻ നമ്മെ പരിഗണിക്കും. നമ്മുടെ ഹൃദയത്തിലേക്കാണ് അള്ളാഹു നോക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വിശുദ്ധ ഖുർആൻ സൂറത്ത് ശംസിൽ നമുക്കറിയാം, ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. തീർച്ചയായും തന്റെ മനസ്സിനെ ശുദ്ധീകരിച്ചവൻ വിജയം വരിച്ചിരിക്കുന്നു, അതിനെ കളങ്കപ്പെടുത്തിയവനാകട്ടെ പരാജിതനാവുകയും ചെയ്തിരിക്കുന്നു. മനസ്സ് നന്നാക്കുക, മനസ്സ് വിശാലമാക്കുക. യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. സമ്പത്തോ മക്കളോ ഉപകരിക്കാത്ത ഒരു ദിവസം. മക്കളുണ്ട്, സമ്പത്തുണ്ട്, ദുനിയാവിൽ സ്ഥാനമാനങ്ങളുണ്ട്, ദുനിയാവിലെ പേര് കേട്ട വ്യക്തിത്വമാണ്, ഹീറോയാണ്, സെലിബ്രിറ്റിയാണ്, സൂപ്പർ ഹീറോയാണ്, ലോകത്താകമാനമുള്ള ആളുകളെ ഹരം കൊള്ളിക്കുന്ന സ്പോർട്സ്മാനാണ്. ആരോ ആവട്ടെ അതൊന്നും ഉപകരിക്കാത്ത ഒരു ദിവസമുണ്ട് കേട്ടോ. കുറ്റമറ്റതും നിർമ്മലവുമായ മനസ്സുമായി അള്ളാഹുവിന്റെ അടുക്കൽ വന്നവർക്കാകുന്നു. കുറ്റമറ്റ ഹൃദയവും നിർമ്മലമായ മനസ്സുമായി നമ്മൾ അമലുകൾ ചെയ്യുന്നു, നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാലും നമ്മുടെ മനസ്സിൽ ഒരാളോട് പണ്ടേ ഉള്ള ഒരു പക, കുടുംബപരമായിട്ടുള്ളൊരു പകയാണ്, ബാപ്പ ഉപ്പാപ്പന്മാർ തമ്മിലുള്ള പകയാണ്. ആ പക നമ്മളും വെച്ചു പുലർത്തുകയാണ്. നന്നാവാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. ഒരു വിദ്വേഷം, ഒരു വെറുപ്പ്, ഒന്ന് കണ്ട് സലാം പറഞ്ഞാൽ പരിഹരിക്കപ്പെടുമായിരുന്ന പ്രശ്നത്തെ പോലും അവഗണിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണ്. എത്ര സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സ് കളങ്കമാണ്. കുറ്റമറ്റ, ഇവിടെ സൂചിപ്പിച്ച നിർമ്മലമായ കുറ്റമറ്റ മനസ്സല്ല നമ്മൾക്കുള്ളത്. അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അതുകൊണ്ട് തന്നെ പടച്ചവന്റെ തൃപ്തി എന്താണോ അതനുസരിച്ചാണ് എൻ്റെ ജീവിതമെന്ന നിയത്തോടുകൂടി നമുക്ക് തരുന്ന ഈ ആയുസ്, ഈ സമയം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് നാം ശ്രമിക്കേണ്ടത്. അക്കൂട്ടത്തിൽ ഉൾപ്പെടാൻ കാരണവാനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. أقول قولي هذا أستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم.